ഇത്തവണ ഇങ്ങോട്ട് ഒരു ലാസ്റ്റ് വാർണിംഗ് കൊടുക്കാം. അയൺമാനെ കേക്കാവോ? എവിടെയാണ് ഏലിയൻസിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത്? ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞേ. ഫ്രാങ്ക്ലിൻ, ഏലിയൻസിന്റെ ലൊക്കേഷൻ കിട്ടിയത് എവിടെയാണെന്ന് വെച്ചാൽ മെയിൻ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കാണിക്കുന്ന ലൊക്കേഷൻ. നീ അങ്ങോട്ട് പോയ മെയിൻ ബാങ്കിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബറ്റാലിയൻ ഇരുന്നുണ്ട്. നീ എന്തായാലും ഒന്ന് നോക്ക്. അയൺമാനെ, മെയിൻ ബാങ്കിന്റെ മുമ്പിൽ ഞാൻ എത്തിയായിരുന്നു. ഇവിടെ കാണുന്നൊന്നുമില്ല. നീ എത്തുന്നേയുള്ളൂ. നീ ഒന്ന് വെയിറ്റ് ആക്ക്. ഇപ്പൊ എത്തുന്നത്. ആ ഓക്കെ. എടാ ഞാൻ ഇവിടെ ഓൾമോസ്റ്റ് മൊത്തം നോക്കുന്നുണ്ട്. ഇവിടെ എവിടെയും കാണുന്നില്ല കേട്ടോ. ഫ്രാങ്ക്ലിൻ, നീ ഒന്ന് ഒരു 5 മിനിറ്റ് വെയിറ്റ് ആക്ക്. ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. വരും ഏലിയൻസ് അല്ലേ? ആ ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഏത് ഏലിയൻ വന്നു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഫ്രാങ്ക്ലിന്റെ അടുത്താണ് കളി. ഏതവൻ വന്നു കഴിഞ്ഞാലും ഞാൻ അവനങ്ങി ഇല്ലാണ്ടാക്കും. എവിടെ ഏലിയൻസ്? ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിലോട്ട് വാ. ആ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നൊക്കെ ഞാൻ എപ്പോഴേ വിട്ടതാടാ ലോസ് ആൻഡോസിന്ന്. എത്ര വട്ടം തുരത്തി ഓടിച്ചതാ. പിന്നെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യനുണ്ട് ഇടങ്ങേറാക്കണല്ല നീ. എന്നാ പിടിച്ചോ, നിനക്ക് ലേസർ ബ്ലാസ്റ്റ്. ബാക്കി നേരടാ, നമ്മളെടുത്താണോ കളി? ഇന്നാ പിടിച്ചോ. ഒക്കത്തിന് ഇന്ന് ഞാൻ തീയോണ്ടില്ലാണ്ടാക്കും. കരിയിച്ച് കളി ഒക്കത്തിന് ഞാൻ. അല്ലേ ഒരു ബറ്റാലിയൻ ആൾക്കാർ തീർന്നു. കഴിഞ്ഞോ അയൺമാൻ? ഇല്ല, കുറച്ചും കൂടി ഉണ്ടായി. എവിടെ ഇവന്മാരെവിടെ കാണുന്നൊന്നുമില്ലല്ലോ. കുറച്ചും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരാണേലും പുറത്തു പോവാ. തേനോസിനെ പേടിച്ചിട്ടാണ് ഈ ഏലിയൻസിന്റെ കൂട്ടും പിടിച്ച് ഏലിയൻസിനെ അയച്ചേക്കണത്. ആ കണ്ടു. ഇന്നാ പിടിച്ചോ. നിനക്ക് ഇന്നാ പിടിച്ചോ. അല്ലേ നമ്മളെടുത്താണ് കളി. ഇനി എവിടെ? എടാ കൊറേ ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണല്ലോ. ഒക്കത്തിന് നമ്മള് ലേസർ ബ്ലാസ്റ്റ് ചെയ്തങ്ങ് അരഞ്ഞു കളയും നമ്മള്. അല്ലേ കഴിഞ്ഞോ അയൺമാൻ? ആ കണ്ടു. ഇന്നാ പിടിച്ചോ. ചാവടാ, ഒക്കത്തിന് ചാവടാ. എല്ലാം ചാവ്. എവിടെ? ബാക്കിന്ന് കളിക്കുന്നോ നീ? ബാക്കിന്ന് നമ്മളെടുത്താണോ കളി? അവൻ ബാക്കിന്ന് കളിക്കുന്ന ബാക്കിന്ന് നമ്മളെടുത്ത്. അപ്പൊ കഴിഞ്ഞെന്നാണ് തോന്നണത്. അയൺമാൻ എന്തിനായി? കഴിഞ്ഞോ? ആ ഓക്കെ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് അങ്ങ് പോവാം. അല്ലേ നമ്മളെടുത്താണ് കളി. ഇനി അങ്ങാണ് നീ ഏലിയൻസിനെ ഇങ്ങോട്ട് നമ്മുടെ ലോസ് ആൻഡോസിലോട്ട് അയക്കി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊണ്ട്. എന്റെ വീട്ടിലത്തെ കോഴിനെ പിടിച്ചിട്ടാണ് ഇവന്മാര് ഇവിടെ ബർഗർ ഉണ്ടാക്കണത്. എത്ര കോഴിയാണെന്നറിയോ ഇവന്മാര് പിടിച്ചുകൊണ്ട് പോയിക്കണത്. ഞാനുണ്ടല്ലോ ആ കോഴിയുടെ പൈസ ഇവന്മാര് തിരക്കൂല. അവന്റെ ആ പേട്ട് വണ്ടി ഇന്ന് ഞാൻ നശിപ്പിക്കും. എന്റെ കോഴിയുടെ പൈസ മൊത്തം ഞാൻ ഇതുമ്മ ചെലവാക്കിപ്പിക്കും. അവന്മാരാണെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് തീറ്റ കൊടുത്ത് വളർത്തുന്ന എന്റെ ഗിരിരാജൻ കോഴിയാണ്. ഇവന്മാരൊക്കെ ബർഗർ അടിച്ച് ഉണ്ടാക്കി തിന്നണത്. എന്റെ അടുത്താണ് അവന്റെ കളി. അവന്റെ ഫ്രാങ്കിന്റെ വണ്ടി ഉണ്ടല്ലോ മൊത്തത്തിൽ ഞാൻ നശിപ്പിച്ചു കളയും. ആരെങ്കിലും ഒറ്റയ്ക്ക് ആൾക്കാരുണ്ടെങ്കിലേ ഇങ്ങോട്ട് വേണോ കാണിച്ചു തരാണോ ഒക്കത്തിനെ ഞാനൊന്ന്. അപ്പുറത്തെ വീട്ടിലെ ചാത്തൻ കോഴിയല്ലേ കണ്ടാലും ചുള്ളൻ കോഴി. കുരുമുളകും ഉപ്പും ഇട്ട് മഞ്ഞപ്പൊടിയും തേച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കി തിന്നും ബർഗർ നമ്മൾ. അപ്പുറത്തെ വീട്ടിലെ ചാത്തൻ കോഴി. അടച്ചിക്കാനെ പുറത്തെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒന്ന് പോയി ചെക്ക് ചെയ്ത്. എന്തൊരു ഒച്ച കേൾക്കുന്നുണ്ട് പുറത്ത്. ഏതോ പിച്ചക്കാരാണ്. അമ്മരങ്ങ് ആട്ടി ഓടിക്കി. ഞാനേ ഒന്ന് ഈ ബർഗറിന്റെ പാറ്റി ഒക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. അപ്പുറത്തെ വീട്ടിലെ കോഴി ഇവിടെ വന്ന് അപ്പിയിട്ട് നാട്ടിച്ചൊരു വിധമായി. ഇനി അവനെ കോഴിനെ വളർത്താൻ എനിക്കൊന്ന് കാണണം. അവന്റെ എല്ലാം കോഴിയിലെ പപ്പും മൂടെയും കളഞ്ഞ് ഞാൻ ബർഗറിന് പാറ്റി ഉണ്ടാക്കി. ഈ വീട്ടിൽ കോഴിനെ വളർത്തണം. ഞാനൊന്ന് കാണട്ടെ. എന്തോ തല്ലിപ്പൊട്ടിക്കുന്ന സൗണ്ട് ആണല്ലോ കേൾക്കണത്. ഞാൻ പോയി നോക്കട്ടെ. പുറത്തുനിന്ന് ഡോറ് മുട്ടുന്ന സൗണ്ട് ആണോ? അതും ഇരുമ്പിന്റെ ഡോറല്ലേ, നമ്മുടെ മരത്തിന്റെ ഡോറല്ലേ? ഇവനാരാടാ? ഇത് അപ്പുറത്തെ വീട്ടിലെ കുരുവിളച്ചേട്ടനല്ലേ? എന്താണ് കുരുവിളച്ചേട്ടാ ഇവിടെ? നീയൊക്കെ കൂടിയിട്ട് എന്റെ വീട്ടിലെ കോഴിനെ പിടിച്ചിട്ട് ബർഗറിനെ പാറ്റി ഉണ്ടാക്കൂല്ലേ? മര്യാദക്ക് നീ പൈസ തരുമോ ഇല്ലേ? എന്റെ പൊന്ന് ചേട്ടാ, കോഴിനെ വളർത്തുമ്പോഴേ നോക്കിയും കണ്ട് വളർത്തണം. ഇങ്ങനെ വളർത്തി കഴിഞ്ഞാല് നമ്മള് ബർഗറിന് പാറ്റിയല്ല ഷവർമ വരെ ഉണ്ടാക്കും. എടാ കോഴിനെ നോക്കി വളർത്തണത് പറയാന് കോഴി എന്താടാ മനുഷ്യനാണോ റോബോട്ട് വല്ലോണോ പറഞ്ഞ കേൾക്കാനായിട്ട്? ഒരു മൃഗമല്ലടാ. അതാണ് എന്റെ മാമാ പ്രശ്നം. നോക്കി വളർത്താൻ കൂട്ടുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ വീട്ടിൽ വന്ന് ഏത് നേരം കോഴിക്കാട്ടിലാണ് പണി. ഫ്രാങ്ക്ലിൻ ബോയുടെ അലക്കി വരെ ജട്ടിയില് വരെ കോഴിക്കാട്ടിട്ട് അറിയോ? അതുകൊണ്ടുണ്ടല്ലോ ഞാൻ നിങ്ങളെ വണ്ടി കടിച്ചു പൊട്ടിച്ച് കണ്ടില്ലേ? ഇത് ഫ്രാങ്ക്ലിൻ ബോയ് വന്നു കഴിഞ്ഞ കുരുവിളച്ചേട്ടാ നിങ്ങളുടെ കാര്യം തീരുമാനമാകും. കാറ് മൊത്തം അങ്ങ് നശിപ്പിച്ചു വെച്ചേക്കാണല്ലേ. ഇന്ന് കിട്ടും കുരുവിളച്ചേട്ടാ. എനിക്കാരാ വരില്ല. വീടിനുള്ളിൽ കയറി പോടാ.
അല്ലേക്കണ്ടല്ല എന്റെ ഇടിയിട്ടു നിനക്ക്. എല്ലാ ഏലിയൻസും അങ്ങ് ഇല്ലാണ്ടായിട്ടുണ്ട്. ഇനി ആയിക്കട്ടെ, ഇവിടെ എന്താണ് പ്രശ്നം? ചിഞ്ചാനെ, ഇവിടെ എന്തുവാണ് പ്രശ്നം? ഫ്രാങ്ക്ലിൻ ബോയുടെ കാറ് കണ്ടോ? ദേ ഇവൻ മൊത്തത്തിലങ്ങ് നശിപ്പിച്ച്. എന്റെ കാറ് നശിപ്പിച്ച നീ? എടാ കുരുവിളെ, ഞാൻ പോന്ന്. എന്റെ കോഴി വേണ്ട, ഒന്നും വേണ്ട. അയ്യോ, സൂപ്പർ ബാം എന്ന് സൂപ്പർ ഫ്രാഗിലെ പ്രശ്നമാണ് പ്രശ്നം. നമ്മള് വീടിനുള്ളിൽ കയറട്ടെ. എടി ട്രേസി, ഡോർ ഇറക്കി. എടാ എന്നാലും എന്റെ കാറ് അവനക്കുള്ള പണി ഞാൻ കൊടുക്കാം. ഞാനേ കുറച്ചു നേരം പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട്. ഡ്രൈവർ എവിടെ? ഫ്രാങ്ക്ലിൻ, അടിയിലുണ്ട് അടിയിലുണ്ട്. എന്തുപറ്റി? ഡ്രൈവറെ, എന്തെങ്കിലും തിന്നാണ്ട് ഡ്രൈവറെ, എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. ഫ്രാങ്ക്ലിൻ, നീ അവിടെ പോയി കുറച്ച് റെസ്റ്റ് എടുക്ക്. ഇപ്പൊ റെഡിയാകും ഫുഡ്. ആ ഓക്കെ 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 ഓക്കെ. ഞാനേ എന്റെ സ്യൂട്ട് ഇവിടെ വെച്ചിട്ട് കുറച്ചു നേരം അങ്ങ് റെസ്റ്റ് എടുക്കട്ടെ. അല്ലേ, എല്ലാ എണ്ണത്തിനും ലോസ് ആൻഡോസിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട് ഏലിയൻസിനെ. വയ്യാണ്ടായ മനുഷ്യൻ. ഒരു സൂപ്പർ ഹീറോ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ പണിയാണ്. ഇവിടെ ഇരിക്കട്ടെ, ഞാനേ കുറച്ചു നേരം പോയിട്ട് കൂർക്കം വലിച്ച് അങ്ങ് കിടന്നുറക്കട്ടെ. എനിക്കാണെങ്കിൽ ഭയങ്കര ഉറക്കവും വരുന്നുണ്ട്. അവരെ ഞാനേ കിടക്കുവട്ടെ കുറച്ചു നേരം. നീ എന്തെങ്കിലും അങ്ങനെ വിളിച്ചാ മതി. ഫുഡ് ആകുമ്പോ വിളിക്ക്, ഞാൻ വരാം. ഓക്കെ ഫ്രാങ്ക്ലിൻ, ഫുഡ് ആകുമ്പോ ഞാൻ വിളിക്കാം. കൊല്ല അർജന്റ് വല്ല കാരണം ഞാൻ വിളിച്ചോളാം. നീ ഒന്നും പേടിക്കണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ കേട്ടോ. ഇതാരാടാ കോണിമ്പല്ലടിച്ച് വെറുപ്പിക്കണത്? മാമൻ തുറന്നോളും മാമൻ. എടാ ഷിൻജാനെ ഒന്ന് തുറന്നടാ. ഞാൻ ഈ അടുപ്പത്തുനിന്ന് വന്നത് മൊത്തം കരിഞ്ഞു പോകും. നീ ഒന്ന് നോക്കിയേ. എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നോക്കിക്കൊണ്ട് അടുത്ത് മനുഷ്യന്റെ ജീവിതം. ആരാണ് ഈ കൊച്ചു വെളുപ്പം കാലത്ത് രാവിലെ തന്നെ വന്നേക്കണത്? മനുഷ്യന് പ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. ഇതാര്? എന്താണ് ഡോർ കയറ്റുന്നത്? ഞാനാണ് സ്റ്റീവ്. ഞാൻ മൈൻക്രാഫ്റ്റ് ലോകത്ത് നിന്നാ വരുന്നത്. ഇത് മൈൻക്രാഫ്റ്റിലെ സ്റ്റീവാണോ? ഞാൻ ഭയങ്കര ഫാനാണ് നിങ്ങളെ. ഞാൻ മൈൻക്രാഫ്റ്റ് ഗെയിമൊക്കെ കളിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി മുതൽ മൈൻക്രാഫ്റ്റ് ലോകവും ഇല്ല, മൈൻക്രാഫ്റ്റ് ഗെയിമും ഇല്ല. മൊത്തത്തിൽ അങ്ങ് നശിക്കാൻ പോവുകയാണ്. എന്ത് പറ്റി സ്റ്റീവേ? പറ, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫ്രാങ്ക്ലിനോട്, ഫ്രാങ്ക്ലിന് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഹൈടെക് ടെക്നോളജിയും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അതെന്തോന്ന് ഹൈടെക് ടെക്നോളജി? ഓക്കെ വെയിറ്റ്, ഞാൻ ഫ്രാങ്ക്ലിൻ ബായെ വിളിക്കാം. വെയിറ്റ് സ്റ്റീവേ, നീ ഉള്ളിൽ കയറിയിരിക്കും, നമുക്ക് ഉള്ളിൽ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ ഞാൻ വെയിറ്റ് ആക്കാം. എനിക്ക് സമയമില്ല. എത്രയും പെട്ടെന്ന് ഫ്രാങ്ക്ലിനെ അറിയിക്കണം. എന്റെ ഫ്രാങ്ക്ലിൻ ബായി അവിടെ കിടന്നുറങ്ങാണല്ലോ. ഫ്രാങ്ക്ലിൻ ബായ് നിങ്ങൾ എവിടെ? എന്തുവാടാ ഷിൻജാനെ കിടന്ന് ഒച്ചെടുക്കുന്നത്? ഫ്രവർ മാമ, സ്റ്റീവ് വരുന്നുണ്ട്, ഒന്ന് നോക്കിയേക്ക്. ജീവോ? അതാര്? ഫ്രാങ്ക്ലിൻ ബായ് എണീര്. ഫ്രാങ്ക്ലിൻ ബായ് എണീര്. എവിടെ സ്റ്റീവ് വന്നേക്കുന്നത്? മൈൻക്രാഫ്റ്റ്. മൈൻക്രാഫ്റ്റോ? എന്റെ മൊബൈൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാണ്ടല്ല കിട്ടും എന്റെ. അവന്റെ മൈൻക്രാഫ്റ്റ് ഗെയിമും കളിച്ചാൽ ചാർജും ഇല്ല മനുഷ്യന്. എന്റെ പൊന്നെ